ആറളം ഗ്രാമപഞ്ചായത്തിലെ എടൂർ ടൗണിനെ ഹരിതസുന്ദര ടൗണായി പ്രഖ്യാപിച്ചു. ആറളം ഗ്രാമപഞ്ചായത്തിലെ എടൂർ ടൗണാണ് ഹരിതസുന്ദര ടൗണായി പ്രഖ്യാപിച്ചത്. ഖരമാലിന്യ സംസ്കരണ പദ്ധതി ഉൾപ്പെടെ നിരവധി പദ്ധതികൾ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയതിന് പിന്നാലെയാണ് പഞ്ചായത്തിലെ ചെറുതും വലുതുമായ ടൗണുകൾ ഹരിതസുന്ദര ടൗണായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി എടൂർ ടൗൺ ഹരിതസുന്ദര പട്ടണമായി പ്രഖ്യാപനം നടത്തിയത്. ആറളം, കീഴ്പള്ളി, അത്തിക്കൽ തുടങ്ങിയ ടൗണുകളും നേരത്തെ ഹരിതസുന്ദര ടൗണായി പ്രഖ്യാപിച്ചിരുന്നു. ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് പ്രഖ്യാപനം നടത്തി. നാട്ടിലെ ബഹുജനങ്ങളാകെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ പരിപാടി വിജയിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 2017 മുതൽ നാം പ്രവർത്തനം ആരംഭിച്ചതാണ്. തുടർന്ന് ഇങ്ങോട്ട് കോവിഡും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായി. അതിന്റെ പ്രയാസം നമ്മുടെ മുന്നിലുണ്ടായി. അതിനുശേഷം 2021 മുതൽ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം ആരംഭിച്ചു. മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് ജനങ്ങളെ പഠിപ്പിക്കുകയും മാലിന്യമില്ലാത്തൊരു നവകേരളം കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തി വരികയാണ്. ഹരിത അയൽക്കൂട്ട പ്രഖ്യാപനം, ഹരിത സ്ഥാപനങ്ങൾ പ്രഖ്യാപനം, ഹരിത വിദ്യാലയങ്ങൾ പ്രഖ്യാപനം, ഹരിത കലാലയങ്ങൾ പ്രഖ്യാപനം, നമ്മുടെ വീടും പരിസരവുമെല്ലാം ശുചിയായി വൃത്തിയായി ഹരിത വാർഡുകളാക്കി നാം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസിമോൾ വാഴപ്പള്ളി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസൻ ദ്യാങ്കുളം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസി രാജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് ആലാമ്പള്ളി, UK സുധാകരൻ, ആറളം ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സബിത, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികൾ, ഹരിത കർമ്മസേന പ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനാവ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യൻ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.